സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമമെന്ന പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ. പണ്ഡിതന്മാർ തന്നെ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കരുത്. പാണക്കാട് സാദിഖ് അലി തങ്ങളെ പരസ്യമായി വിമർശിച്ച ഹമീദ് ഫൈസി അമ്പലക്കടവിനും റഷീദ് ഫൈസി വെള്ളായിക്കോടിനുമെതിരെയാണ് ജിഫ്രി തങ്ങളുടെ പരാമർശം. ജാമിഅ നൂരിയ സമാപന സമ്മേളനത്തിലാണ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങളുടെ പരാമർശം. തങ്ങൾ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കാളിയായതിനു പിന്നാലെയാണ് യുവ നേതാക്കൾ പരസ്യ വിമർശനം ഉന്നയിച്ചിരുന്നത്. ഇതിനെതിരെയാണ് ജിഫ്രി തങ്ങളുടെ പ്രതികരണം. എല്ലാവരെയും ചേർത്ത് നിർത്താനുള്ള ശ്രമമാണ് വേണ്ടത്. ഭിന്നിപ്പിന് ആരും വഴിപ്പെടരുതെന്നും തങ്ങൾ പറഞ്ഞു. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഇവിടെ പ്രത്യേകമാവുന്ന സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ ചില സംഘടനകളൊക്കെ ആയിട്ടുണ്ടാവും. ഇതിന് വിള്ളലുണ്ടാക്കാനാണ് പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വിള്ളലുണ്ടാക്കാൻ പറ്റുന്നതായ പ്രവർത്തനങ്ങളും എഴുത്തുകളൊക്കെ പലരും ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നും നമ്മളാരും തന്നെ അതിന് വഴിപ്പെടാത്ത നിൽക്ക് ഇതിൻ്റെ ഈ സമുദായത്തെ എങ്ങനെയെല്ലാം കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ അതിൻ്റെതായ പ്രവർത്തനങ്ങളും അതിൻ്റെ പ്രഭാഷണങ്ങളും അതിൻ്റെ ദൗത്യവുമാവണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വർഷം നല്ല ഇവിടുന്ന് പുറത്തിറങ്ങിപ്പോകുന്ന പണ്ഡിതന്മാരോടും പറയാനുള്ളതാണ് തന്നെ, നിങ്ങൾ ഈ സമുദായത്തിൽ ഈ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്. പണ്ഡിതന്മാർ അതിന് ഏതെങ്കിലും നിലക്കുള്ള ഭിന്നലുണ്ടാക്കാൻ നമ്മളാരും ശ്രമിക്കരുത്. അങ്ങനെ ഭിന്നലുണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതൊരിക്കലും ഈ ഉലമാവും ഉമറാവും ഒക്കെ ഒന്നിച്ചിരിക്കുന്ന കാലത്തോളം സാധ്യമല്ല എന്ന് എല്ലാവരോടും ഉണർത്തുക. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രസംഗം. അതേസമയം ജാമിഅ നൂരിയ ജനറൽ ബോഡിയിലും റഷീദ് ഫൈസി വെള്ളായിക്കോട്, ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്നിവർക്കെതിരെ പ്രതിഷേധമുയർന്നു. ഇരുവരും പാണക്കാട് കുടുംബത്തെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചെന്നാണ് ആക്ഷേപം. ഒരു വിഭാഗം നേതാക്കൾ പാണക്കാട് കുടുംബത്തിനെതിരെ നിലയുറപ്പിച്ചത് സമസ്ത 100ാം വാർഷികാഘോഷങ്ങളുടെ നിറം കെടുത്തുമെന്ന ആശങ്കയും നേതാക്കൾക്കുണ്ട്. കൈരളി ന്യൂസ്, മലപ്പുറം.